പൊന്നാനി നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം രേഖപ്പെടുത്താനെത്തിയ മുസ്ലിം ലീഗ് നേതാക്കൾ പൊന്നാനി PWD ഓഫീസിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ. കാണാം ആ കാഴ്ച വിശേഷ പ്രതിഷേധ പരിപാടി. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗ് നേതാക്കൾ പൊന്നാനി PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിക്കുന്നതിനായി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചന്തപ്പടിയിലെ ഓഫീസ് പരിസരത്തെത്തി. തുടർന്ന് ഓഫീസ് കവാടത്തിനു മുന്നിൽ നേതാക്കളെ പോലീസ് തടഞ്ഞു. 10 മിനിറ്റ് നീണ്ട തർക്കത്തിനൊടുവിൽ മുതിർന്ന നേതാക്കളെ എഞ്ചിനീയറെ കാണാൻ അവസരം നൽകി. തുടർന്ന് നേതാക്കൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. സമയം 10:30 കഴിഞ്ഞിട്ടും ഓഫീസിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ മാത്രം. കാര്യം അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ഉദ്യോഗസ്ഥർ സൈറ്റ് വിസിറ്റിംഗിന് പോയിരിക്കുകയാണെന്നാണ്. ഒടുവിൽ എഞ്ചിനീയറെ കണ്ട് പരാതി നൽകി മടങ്ങുവെന്ന് നേതാക്കൾ ഓഫീസ് കവാടത്തിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാലവർഷം കനത്തതോടെ പ്രധാന റോഡുകളിൽ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ട യാത്ര ദുരിതത്തിലായിരിക്കുകയാണ്. മിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായി. റോഡുകളിലെ വെള്ളക്കെട്ട് മൂലം അപകടങ്ങൾ നിത്യസംഭവങ്ങളായി. സർക്കാരും ജനപ്രതിനിധിയും റോഡുകളുടെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്നിങ്ങനെ എഴുതിയ പ്ലക്കാർഡുകളുമായി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ എഞ്ചിനീയർ എത്തി. പരാതികൾ എഴുതിയ നിവേദനവും സമർപ്പിച്ചു. വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് എഞ്ചിനീയർ. ഒടുവിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സംഭവബഹുലമായ പരിപാടിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ നിർവഹിച്ചു. PP യൂസഫ് അലി, CM യൂസഫ്, അഹമ്മദ് ബാഫക്കി തങ്ങൾ, VV ഹമീദ്, VKM ഷാഫി, ഷമീർ ഇടിയാട്ടിൽ, MP നിസാർ, TK അബ്ദുൽ ഗഫൂർ, KK ബീരാൻകുട്ടി, ഉമ്മർ തലാപ്പിൽ, കാട്ടിൽ അഷ്റഫ്, ബഷീർ കക്കിടിക്കൽ, ഫർഹാൻ BM, കുഞ്ഞി മുഹമ്മദ് കടവനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഉപരോധമായോ ഒരു മാർച്ചായോ ഒന്നുമല്ല ഞങ്ങൾ തീരുമാനിച്ചത്. തികച്ചും സമാധാനപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ നേതൃനിരയിലുള്ള ആളുകൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ പ്ലക്കാർഡുകൾ മാത്രം ഉയർത്തി വന്ന് ഇവിടെ ഓഫീസിൽ കയറാൻ ശ്രമിക്കാനുണ്ടായി. ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പോലീസ് അധികൃതരുമായി അല്പസമയം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. തികച്ചും സമാധാനപരമായി നടത്തുന്ന സമരമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ചെറിയ വാക്ക് തർക്കമുണ്ടായി. അതേതായാലും ഒരു വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, പക്ഷേ ശരിയായൊരു രീതി ആയില്ല ഞങ്ങൾ ഈ രീതിയിൽ പറഞ്ഞിട്ട്. മാത്രമല്ല, ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ പൊന്നാനി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി CM യൂസഫ് പാർട്ടിയുടെ തീരുമാനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങളവിടെ വരും എന്ന് പറഞ്ഞു. വളരെ വേദനാജനകമായ സാഹചര്യം. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഒരു കസാരയിൽ, ഒരു AXCയുടെ ഓഫീസിലും ഒരു കസാരയിൽ പോലും ഒരാളില്ല. എല്ലാവരും ഡ്യൂട്ടിയിലാണെന്ന് പറയും. മുൻകൂട്ടി അറിയിച്ചിട്ട് പോലും ഇവിടെ വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. PWDയെ സംബന്ധിച്ചിടത്തോളം കൊട്ടിഘോഷിച്ച് വകുപ്പ് മന്ത്രി നാടിലുടനീളം നടന്ന റീൽസ് ഇട്ട് ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നു. നാഷണൽ ഹൈവേയുടെ വിഷയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ചേർന്ന് റീൽസ്, ഞങ്ങൾ ഇനിയും റീൽസ് ഇടും, ഇനിയും എടുക്കും. പക്ഷേ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഉപയോഗിക്കേണ്ട PWD റോഡിലേക്കുള്ള ഫണ്ട് പോലും
തൊട്ടപ്പുറത്തുള്ള തൃത്താല നിയോജക മണ്ഡലത്തിലേക്ക് അവിടുത്തെ മന്ത്രി, തദ്ദേശ സ്വയംഭരണ മന്ത്രി രാജേഷ് വലിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതെന്താ ഒരു നാഥനില്ലാ കള്ളിയാണ്? പൊന്നാനിക്കാർക്ക് ഇത്ര മതിയെന്നാണോ? അല്ല ഞങ്ങൾ ഇത്ര ചെയ്യുള്ളൂ എന്നാണോ? ഒരു ദ്രോഹം ചെയ്ത പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പോലും ഈ കാര്യത്തിൽ കൃത്യവിലോപം കാണിക്കുന്നു എന്നുള്ളതാണ് ഇത് അവസ്ഥാവിശേഷം.